ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജി എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ദെൻ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് എനർജി എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നമ്മുടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ദെൻ 8 of wands കിട്ടുന്നുണ്ട്. 8 of wands, 5 of swords, 4 of wands, 6 of cups. 6 of cups ആണ്. Then 8 of pentacles. Okay, 6 of pentacles നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 of pentacles കിട്ടുന്നുണ്ട്. King of wands കിട്ടുന്നുണ്ട്. Knight of cups കിട്ടുന്നുണ്ട്. 7 of cups കിട്ടുന്നുണ്ട്. ആൻഡ് ദ ഹൈ പ്രിസ്റ്റസ് കാർഡ്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള നിലവിലത്തെ എനർജിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ കാണുന്ന എനർജി പ്രകാരം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയും, അതായത് തേർഡ് പാർട്ടിയും, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഈ ഒരു ബന്ധം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ മുന്നോട്ട് പോകുന്നത് പോലെ, നല്ല രീതിയിൽ പോകുന്ന പോലെ തോന്നിയാലും ഉള്ളിൽ നിരവധി ആശയക്കുഴപ്പങ്ങളും ഒരു അസന്തുലിതാവസ്ഥയും പ്രശ്നങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, പിന്നെ 8 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, അതുപോലെ 7 ഓഫ് പെന്റക്കിൾസ്. ഈ പെന്റക്കിൾസിന്റെ കാർഡുകൾ ഫസ്റ്റ് ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പെന്റക്കിൾസിന്റെ കാർഡുകൾ 3 കോമ്പിനേഷൻ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി ഈ ബന്ധം ഉടൻ അവസാനിപ്പിക്കുകയോ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പകരം ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന രീതിയിൽ ക്ഷമയോടെ നിരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൽ നിൽക്കാം എന്ന രീതിയിൽ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ സമയം കൊടുക്കുന്നുണ്ടെങ്കിലും റിസൾട്ട് കിട്ടാനായിട്ട് വൈകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിലും നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച ഒരു സന്തോഷം ഇതുവരെ അവർക്ക് ലഭിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 8 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും 8 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 8 ഓഫ് വാൻസും അതുപോലെ ലാസ്റ്റ് കാർഡ് ഈ ഒരു നൈറ്റ് ഓഫ് സോർഡ്സും ഇവർക്കിടയിൽ വേഗത്തിലുള്ള മെസ്സേജുകളോ സംസാരങ്ങളോ പെട്ടെന്നുള്ള തീരുമാനങ്ങളോ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലാണ് എങ്കിൽ, അല്ലെങ്കിൽ അവർ മെസ്സേജോ കോളോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് പെട്ടെന്ന് അവർ ഒരു മെസ്സേജോ കോളോ ഒക്കെ സംസാരിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നത്. എന്നാൽ അത് വേഗത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ആ സമയത്ത് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ചിലപ്പോൾ ആലോചിക്കാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ, പ്രശ്നങ്ങളൊക്കെ കണ്ടായിരിക്കാം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും അതേ തുടർന്ന് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തേർഡ് പാർട്ടിയും തമ്മിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു സംസാരത്തിൽ നിന്നോ പെട്ടെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഫലമായിട്ട് അവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓക്കെ ഏത് കാർഡാണ് നോക്കാം. 5 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്, ഈ ഒരു കാർഡ് ഉണ്ട്. 5 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും
ഈ ഒരു കാർഡ് ഈ ബന്ധത്തിൽ സക്സസ് ആകാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഈഗോ, ഞാനാണ് ശരി എന്ന സമീപനം, ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണും ഒരു ഈഗോ ഒന്നും കൈവിടാതെ അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സൺ, തേർഡ് പാർട്ടിയും അങ്ങനെ തന്നെയുള്ള ഒരു പേഴ്സൺ. അപ്പൊ ഞാനാണ് ശരി. അപ്പൊ ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാനാണ് ശരി എന്ന രീതിയിലൊരു സമീപനം കാണിക്കുന്നു. അതിനാൽ തന്നെ ചെറിയ വിഷയങ്ങൾ പോലും വലിയ തർക്കങ്ങളായിട്ട് ഇവിടെ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരാള് ഒരു ക്ഷമ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് സോറി പറയേണ്ട സാഹചര്യത്തിലും ആദ്യം ആരാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അവരെന്നോട് ക്ഷമ പറയട്ടെ എന്നൊരു ഈഗോ കാരണം ദിവസങ്ങളോളം ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 4 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ഥിരമാകണം എന്നുള്ള ഒരു ആഗ്രഹം രണ്ടുപേർക്കും ഇടയ്ക്കിടെ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ചില നല്ല നിമിഷങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഒക്കെ ഇവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റെബിലിറ്റി പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന കാർഡിൽ. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും കൊടുക്കലും വാങ്ങലും ഒരുപോലെയല്ല എന്നൊരു തോന്നൽ കാണാം. അതായത് ഒരാൾ കൂടുതൽ ശ്രമിക്കുമ്പോൾ മറ്റേ ഒരാൾ അത്രത്തോളം പ്രതികരിക്കുന്നില്ല എന്ന് തോന്നുകയാണ്. അപ്പം രണ്ടുപേരും ഇപ്പൊ തേർഡ് പാർട്ടി ആണെങ്കിൽ ചിന്തിക്കുകയാണ്, ഈ ഒരു പേഴ്സൺ എനിക്ക് വേണ്ടത്ര കെയറും കാര്യങ്ങളും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടുന്ന എഫേർട്ട് ഈ ഒരു പേഴ്സൺ ഇടുന്നില്ല എന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കണം. കാരണം ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ട് നോക്കി, പക്ഷെ ഇവർ വലിയൊരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഇവർ ഇത് നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഒരേപോലെ നടക്കുന്നില്ല എന്നൊരു തോന്നൽ ഈ രണ്ടുപേർക്കും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിങ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് വരുന്നത്. ഈ ഒരു കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി പല കാര്യങ്ങളിലും നിയന്ത്രണത്തിൽ വയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിന്റെ ദിശ താൻ തന്നെ തീരുമാനിക്കണമെന്ന് മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്. എല്ലാ കൺട്രോളും എൻ്റെ കയ്യിൽ വേണം. നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പിടിവാശിയൊക്കെ ഇവർ കാണിക്കും. അപ്പോൾ എല്ലാം അവരുടെ കൺട്രോളിൽ വരുത്താനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെയും അവരുടെ കൺട്രോളിൽ നിർത്താനായിട്ട് ഒരു തേർഡ് പാർട്ടി ശ്രമിക്കുന്ന എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തൊരവസ്ഥയാണ്. നിരവധി ഓപ്ഷൻസ് ഉണ്ട്, സംശയങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. കാരണം യഥാർത്ഥമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അതുപോലെ തേർഡ് പാർട്ടിയും വൈകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല അവരുടെ മനസ്സിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, പുറമേ നല്ല രീതിയിൽ കാണിച്ചാലും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹൈ പ്രിസ്റ്റസ് കാർഡ് കാണുന്നുണ്ട്. പുറമെ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ മറഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തേർഡ് പാർട്ടി പോലും അവരുടെ യഥാർത്ഥ ഫീലിങ്സുകൾ മുഴുവൻ തുറന്ന് പറയുന്നില്ല. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും ഒരു നിശബ്ദതയുണ്ട്, കുറേയേറെ രഹസ്യങ്ങൾ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം കൂടി നിറഞ്ഞതാണ് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ്. അതാണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സന്റെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി കാണുന്നുണ്ട്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പഴയ ആ ഒരു കോൺവെർസേഷൻസ്, ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ അങ്ങനെ ഓർത്തെടുക്കാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ പഴയ ചാറ്റുകൾ വീണ്ടും വായിച്ചു നോക്കുന്നു ഈ ഒരു പേഴ്സൺ. അപ്പോൾ അവർക്ക് നല്ല സന്തോഷം വരികയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയ കാര്യം പോലും ഓർത്ത് അവർ ചില സമയങ്ങളിൽ തനിയെ ചിരിക്കുന്ന തുടങ്ങിയ എനർജീസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വികാരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. നിങ്ങളോട് സംസാരിക്കണമെന്നോ വീണ്ടും അടുത്ത് വരണമെന്നോ ഉള്ളൊക്കെ ഒരു ആഗ്രഹം ചില സമയങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊരു ആക്ഷൻ ആക്കി മാറ്റാനായിട്ട് ഇവിടെ കുറച്ച് മടിയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് ആണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ വ്യക്തി പെട്ടെന്ന് ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നും പെട്ടെന്ന് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾക്കരികിലേക്ക് വരണമെങ്കിൽ പോലും വളരെ പതുക്കെയായിരിക്കും അവർ വരിക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഓരോ നീക്കവും ആലോചിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായും ഇവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം
നല്ല രീതിയിൽ ഈ തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണും തമ്മിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഇവരെ പൂർണ്ണമായി ഒഴിവാക്കിയതിനു ശേഷം ഒരു ഹീലിങ്ങിനും ശേഷം മാത്രമേ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയുള്ളൂ. അങ്ങനെ വന്നാൽ കൂടി നല്ല നിരീക്ഷണത്തോടു കൂടി നീക്കങ്ങൾ നടത്തി ആലോചിച്ച് തീരുമാനിച്ച് അതിന് ശേഷമാണ് നിങ്ങളിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. അപ്രതീക്ഷിതമായിട്ടൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഒരു ആശയവിനിമയമോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്നാൽ എപ്പോൾ എന്ന ടാരോട്ട് കാർഡ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നില്ല. ഓക്കെ. പിന്നെ കിങ് ഓഫ് വാൻസിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മുന്നിൽ ശക്തനായ ഒരു വ്യക്തിയായി തന്നെ അവര് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണണമെന്നാണ്, അല്ലെങ്കിൽ അവരെ പ്രസന്റ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പൊ സ്വന്തമായിട്ടുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, ബലഹീനതകളെ തുറന്നു കാണിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇനി ഹൈ പ്രിൻസസ് കാർഡിലേക്ക് വരുമ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സുകളുടെ ഒരു വശം മനസ്സിൽ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അവർക്കിങ്ങനെ അത് വന്നിട്ട് നിങ്ങളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നിരീക്ഷിക്കാനാണ് കൂടുതലായിട്ട് സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നൈറ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നോ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നോ ഒക്കെ അവർക്ക് തോന്നും. എന്നാൽ ഫീലിങ്സുകൾ ആ ഒരു നിമിഷത്തെ ചിന്ത മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. പലപ്പോഴും പ്രവൃത്തിയെ നയിക്കുന്നില്ല ആ ഒരു ചിന്തകൾ. ഓക്കെ. സാധാരണ നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു കുറേ നാൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു പ്രവൃത്തിയിലേക്ക് വരാം. പക്ഷെ ആ ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ ജസ്റ്റ് ഒന്ന് മടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ടായിരിക്കും അവരതൊരു ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നത്. ഓക്കെ. എങ്ങനെയാണെങ്കിലും ഈ റീഡിങ്ങിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ കാർഡുകളുടെ കൂട്ടായ്മ ഒരു എനർജിയാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പൂർണ്ണമായും ഒരു സമാധാനത്തിലല്ല പോകുന്നത്. ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും ഈഗോ, അതുപോലെ കുറെ ആശയക്കുഴപ്പം, വ്യക്തതയുടെ കുറവ്, ഇതൊക്കെ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഭാരം അനുഭവപ്പെടുകയാണ് ഇവർക്ക്. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അതേസമയം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിട്ടില്ല. പഴയ ഓർമ്മകൾ, പറയാത്ത വികാരങ്ങൾ, വീണ്ടും സംസാരിക്കാനുള്ള ചെറിയ ആഗ്രഹം, ഇവയെല്ലാം ഇപ്പോഴും കാണുന്നുണ്ട്. എന്നാൽ അവരെ കാര്യങ്ങൾ വളരെ പതുക്കെയും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്, അല്ലെങ്കിൽ സ്വഭാവക്കാരി ആയതിനാൽ മനസ്സിലുള്ളത് ഉടൻ ഒരു പ്രവൃത്തിയിലേക്ക് ആകണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം അവസാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സ്പ്രെഡിൽ ഏറ്റവും ശക്തമായി ആവർത്തിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ക്ഷമ എന്നുള്ളതാണ്. അതായത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ തന്നെ പറയാത്ത വികാരങ്ങളുണ്ട്, ആശയവിനിമയത്തിനുള്ള സാധ്യത. അത് നമുക്കിവിടെ 8 ഓഫ് വാൻഡ്സും നൈറ്റ് ഓഫ് സോർഡ്സും പറഞ്ഞു തരുന്നതാണ്. ഡയറക്റ്റ് നിങ്ങളിലേക്ക് വന്ന് ഒരു മെസ്സേജോ കോളോ ഒക്കെ വഴി നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയാണ്. പിന്നെ ആ ഒരു പഴയ ഫീലിങ്സുകൾ ഇപ്പോഴും അവർ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ 6 ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും കാണിച്ചു തരുന്നത്. ആ ഓർമ്മകളിലാണ് അവരിപ്പോഴും, അവർക്ക് എന്തെങ്കിലും പ്രശ്നം, തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി അവർ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് അവർ തനിയെ ഇരിക്കുമ്പോൾ അവർ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക്, നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർ അതെല്ലാം മറക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ മാറാനായിട്ട് കുറച്ച് സമയം വേണം, വ്യക്തത വേണം, തുറന്നൊരു വിനിമയം ഉണ്ടാകണം. അപ്പം ഇതൊക്കെ വരുമ്പോൾ ഈ റിലേഷൻഷിപ്പ്, ഈ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഇവിടെ ഒഴിഞ്ഞു മാറി പോകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഈ ഒരു പേഴ്സൺ നല്ലൊരു വ്യക്തതയോടുകൂടി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay. Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് മെയ് മന്ത് ആണ്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1992 കിട്ടുന്നുണ്ട്. നമ്പർ 40 കിട്ടുന്നുണ്ട്. നമ്പർ 8 കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. എൻകറേജസ് യു, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. നമ്പർ 37 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 9 കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ് കിട്ടുന്നുണ്ട്. ക്രേസി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചൈൽഡിഷ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ. ലെറ്റർ എഫ് കിട്ടുന്നുണ്ട്.
സെക്കൻഡ് സ്റ്റഡി ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 48 ഇവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ M കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ചെസ്, ഓക്കെ. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ജോലിയുള്ള വ്യക്തിയായിരിക്കും. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഹോണസ്റ്റ്, ഓക്കെ. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലവബിൾ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ടോക്കറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. 48 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. ലെറ്റർ A നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.